ഫുട്ബോളിൽ ഒരു രാജ്യത്തിന്റെ ടോപ്പ് സ്കോറർ ആവാന്നൊക്കെ പറയുന്നത് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ അത്തരത്തില് ഏതൊക്കെ രാജ്യത്തിന്റെ ഏതൊക്കെ താരങ്ങളാണ് അവിടെ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പോർച്ചുഗലിന്റെ ടോപ്പ് സ്കോർ ആര് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 143 ഗോളുകളാണ് പോർച്ചുഗലിന് വേണ്ടി നേടിയിട്ടുള്ളത്. ഇനി അർജന്റീനയുടെ ടോപ്പ് സ്കോർ ആദ്യം നോക്കിയാൽ അത് ലിയണൽ മെസ്സിയാണ്. 115 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ബ്രസീലിന്റെ ടോപ്പ് സ്കോർ ആദ്യം നോക്കിയാൽ അത് നെയ്മർ ജൂനിയർ ആണ്. ഏകദേശം 79 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. സ്പെയിനിന്റെ ടോപ്പ് സ്കോർ നോക്കിയാൽ ഡേവിഡ് വില്ലയാണ്. ഏകദേശം 59 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രാൻസിന്റെ ടോപ്പ് സ്കോർ ആരാന്ന് നോക്കിയാൽ അത് ഒലിവർ ജുറൂദ് ആണ്. 57 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കിലിയൻ എംബാപ്പെ 55 ഗോളുകളുണ്ട്. അപ്പോൾ 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് അതിനെ ഈക്വലൈസ് ചെയ്യാം. 3 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ ആൾ ടൈം ടോപ്പ് സ്കോർ ആവാം. ഇനി ജർമ്മനിയുടെ ആൾ ടൈം ടോപ്പ് സ്കോർ അത് മിറോസ്ലാവ് ക്ലോസെ ആണ്. 71 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ആൾ ടൈം ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ഹാരി കെയ്ൻ ആണ്. 78 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി ബെൽജിയത്തിന്റെ ടോപ്പ് സ്കോർ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ അത് ലുക്കാക്കു ആണ്. 89 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി നെതർലാൻഡ്സിന്റെ ആൾ ടൈം ടോപ്പ് സ്കോർ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിപ്പയാണ്. 55 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റലിയുടെ ടോപ്പ് സ്കോർ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ റീബ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. 35 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ കൊളംബിയയുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ഫാൽക്കാവയാണ്. 36 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പ് സ്കോർ ആരാന്ന ചോദ്യത്തിന് സുനിൽ ഛേത്രി എന്നാണ് മറുപടി. ഏകദേശം 95 ഗോളുകൾ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.